സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥരും അനർഹരും കൈപ്പറ്റുന്നതായി കണ്ടെത്തിയ സംഭവത്തിൽ നടപടികളുമായി ധനവകുപ്പ് ശക്തമായി മുൻപോട്ട് പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നടപടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഉദ്യോഗസ്ഥരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയെന്ന ഗുരുതരമായ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണത്തിനും അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ട സംഭവത്തിൽ കർശന നടപടിയുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ എന്താണ് ഇനിയുള്ള കാര്യങ്ങൾ, ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് എന്നതൊക്കെയാണ് ഇനി നമ്മളൊക്കെയും കാത്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. കാരണം ഇത്രത്തോളം ഒരു ഗുരുതര വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വരുന്നു, അതിന് അവർ വളം വെച്ചു കൊടുക്കുന്നു. മാത്രമല്ല അനർഹരൊക്കെയും ഇത്തരത്തിൽ ഈ തുക കൈപ്പറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതിൽ ധനവകുപ്പ് കർശന നടപടികളൊക്കെ കടക്കുന്നുണ്ട്. അതിൽ എന്താണ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത വരുന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? പ്രിയ, 1400 മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥരാണ് ഈ ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് എന്ന കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അനർഹരായ ആളുകൾ തന്നെ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ കാലങ്ങളായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട്. കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിൽ ഇത്തരത്തിൽ 32ഓളം പേർ, 40 ചില്ലാനം പേർ മാത്രം ഉണ്ടായിരുന്ന ലിസ്റ്റിൽ 32ഓളം പേർ അനർഹരാണ് എന്ന കണ്ടെത്തൽ. BMW കാറുള്ളവർ, ഒപ്പം തന്നെ ഈ വലിയ തരത്തിലുള്ള സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ ഒക്കെ ഈ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഉണ്ടാകുന്നത്. ഇതിന് കർശനമായ നടപടിയിലേക്കാണ് ഇക്കാര്യത്തിൽ ധനവകുപ്പ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് തന്നെ ധനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ധനമന്ത്രി വ്യക്തമാക്കിയത് ഈ പല ഘട്ടങ്ങളിലായി ഈ സൂക്ഷ്മ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ പട്ടികയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നിട്ടും ഈ തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഗുരുതരമായ കുറ്റം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും അക്കാര്യത്തിലുള്ള കൃത്യമായ നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാരും ധനവകുപ്പും കടക്കുന്നത്. ഇങ്ങനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും അതിൽ നിന്ന് മാറാനുള്ള ഒരു കത്തൊന്നും നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. ഇതിൽ പ്രധാനമായി കാണേണ്ടത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ 60 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ, വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകളല്ല, അത്തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളല്ല, ഈ വികലാംഗർ ഒക്കെയായി ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകളായിരുന്നു. അവർ സർക്കാർ ഉദ്യോഗസ്ഥരായതിനു ശേഷം, ഉദ്യോഗം ലഭിച്ചതിനു ശേഷം ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ നിന്നും പേര് നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥത്തിൽ ഒക്കെ ഉൾപ്പെട്ടതിനു ശേഷവും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഉള്ള കൃത്യമായ ഒരു സൂക്ഷ്മ പരിശോധനയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ 1400 മുകളിലുള്ള ആളുകളുടെ പേര് വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ളത്. ആ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ചില സംഘടനകൾ ഒക്കെ ആവശ്യപ്പെട്ടതിനെയും ഇന്നലെ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിലല്ല, നിലവിൽ അവർ എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഇപ്പോഴും ഉൾപ്പെട്ടിട്ടുള്ളത്, അവർ എന്തുകൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന നടപടിയുമായി മുന്നോട്ട് പോയത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണമാണ് നിലവിൽ ധനവകുപ്പും ഒപ്പം തന്നെ വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ നടക്കാൻ പോകുന്നത്. അതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ആരെയും, ചുരുക്കം ആളുകൾ ആണ് ഈ ലിസ്റ്റിൽ. 1400 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ എണ്ണമെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ചുരുക്കം ആളുകളുടെ പട്ടികയാണ്. അങ്ങനെ ചുരുക്കം ആളുകൾ ചെയ്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഒരു തെറ്റ്, അതുമായി ബന്ധപ്പെട്ട് ആരെയും അവഹേളിക്കാനോ അധിക്ഷേപിക്കാനോ തയ്യാറാകുന്നില്ല. അതിന് കാരണം കൃത്യമായ അന്വേഷണം നടത്തുക എന്നുള്ളത് തന്നെയാണ്. അന്വേഷണം നടത്തി കണ്ടെത്തുന്നതിന് മുറയ്ക്ക് അതിൻ്റെ കർശനമായ നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിൽ അനർഹർ ഇത്തരത്തിൽ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി നേരത്തെ ഒരു സൂക്ഷ്മ പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ആളുകളുടെ എണ്ണത്തിലുള്ള കുറവൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മസ്റ്ററിംഗ് സംവിധാനം കർശനമായി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ വിരലടയാളം പതിച്ചതിന് ശേഷം ഒക്കെയാണ് ഈ വാർദ്ധക്യമായിട്ടുള്ള ആളുകൾക്കൊക്കെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മസ്റ്ററിംഗ് സംവിധാനം കൂടി ഏർപ്പെടുത്തി താഴെ തട്ടിൽ, അതായത് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സമിതികളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ പെൻഷൻ സ്കീമിലേക്ക് ഉൾപ്പെടുക പോലും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ചില
പ്രതിനിധികളുടെ കൂടി ഗുരുതരമായ തെറ്റുണ്ടോ എന്നൊക്കെ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം അവർക്ക് നേരിട്ട് അറിയാവുന്നവരാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവർ സാമ്പത്തികമായി വലിയ തരത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് കണ്ടെത്താനും അത് തിരിച്ചറിയാനും ഈ അടുത്തിട്ടുള്ള പഞ്ചായത്തുകൾക്കും ഏറ്റവും താഴെത്തരയിൽ പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്കുമൊക്കെ കഴിയും. അത് എന്ത് വീഴ്ചയുണ്ടായി എന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ പരിശോധിക്കുകയും ഇതിനെ കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്യാനുള്ള കർശനമായ നിർദ്ദേശമാണ് നിലവിൽ ധനവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രിയ, ശരി, എന്തായാലും കർശന നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു, ധനവകുപ്പ് പോകുന്നു എന്നത് അറിയുന്നു. അതിൽ വേണ്ട കാര്യങ്ങൾ നീക്കങ്ങൾ നടക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമ്മൾ ഇന്നലെ കേട്ടില്ലേ, BMW-വും ആർഭാട ജീവിതവും ഒക്കെ നയിക്കുന്ന വീട്ടിൽ AC-യും മറ്റും ഉള്ള ആളുകൾ ഇത്തരത്തിൽ പൈസ മേടിച്ച് എത്ര പേരാണ് ഈ ഒരു തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ദിവസങ്ങളോളം കാത്തിരുന്ന് ലഭിക്കുന്ന ഈ ഒരു തുക അത് അനർഹരായവർ കൈപ്പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൽ ദേഷ്യം വരും. അതിൽ അങ്ങനെ ദേഷ്യം വരുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയുകയുമില്ല. എന്തായാലും ഇവരെന്താ വിചാരിച്ച് ഇതൊന്നും പിടിക്കപ്പെടില്ലെന്നോ സുഖമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുമെന്നോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു നീക്കം ഒരിക്കലും ഒരു ഭാഗത്തൊന്നും വരത്തില്ല, സർക്കാരിൻ്റെ ഭാഗത്തൊന്നും വരത്തില്ല, ധനവകുപ്പ് ഇത് കണ്ടുപിടിക്കില്ല എന്നാണോ ഇവരൊക്കെ വിചാരിച്ചത്? എന്തായാലും വിചിത്രം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകളെക്കുറിച്ചാണ് ഏറ്റവും കാര്യമായി പറയാനുള്ളത്. അവർ വഴിവെച്ച് കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ സാധ്യമാകുന്നത്. എന്തെല്ലാം പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റുകൾ, ഇതിലൊക്കെ തിരുത്തലുകൾ വരുത്തി വ്യാജമായി നിർമ്മിച്ചൊക്കെ വേണ്ട ഇതൊക്കെ സാധ്യമാക്കാൻ. അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ തുക കൈപ്പറ്റിക്കൊണ്ട് ഇത്രയും നാളുകൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി അവരെ എന്തായാലും സമ്മതിക്കാതെ വയ്യ.